ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങിയതിന് ശേഷം എണീച്ചത് കേട്ടോ. എണീച്ച് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല മഴയാണ്. ഇന്ന് നല്ല 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ്. ഇവിടെ നല്ല എല്ലായിടത്തും നല്ല മഴയാണ്. പക്ഷേ ഇവിടെ 2 ദിവസമായിട്ട് കരണ്ടും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എവിടേക്കോ മരവും ഒക്കെ പൊട്ടി വീണത് കാരണം കരണ്ടും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, വെള്ളമില്ല, ആകെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയത്തിന് മുന്നെയാണ് കരണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്നു. അങ്ങനെ നീച്ച് ചായ വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മഴ ഇങ്ങനെ പെയ്യല്ലേ, അപ്പോൾ ചായ മാത്രമല്ല എന്തെങ്കിലും കഴിക്കാനും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോൾ ആകെ ഉള്ളത് പഴം മാത്രമായിട്ടോ ഉള്ളത്. അപ്പോൾ ശരി, എന്നാൽ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതൊക്കെ നിർത്തിയിട്ട് കുറേ ദിവസമായിട്ടോ, ഒരു 3-4 മാസമായിട്ട് ഇപ്പോൾ ഈ വക പരിപാടി ഒന്നും തന്നെ ഇല്ല. കാരണം പഴംപൊരി എന്നല്ല, ഒന്നും സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല. കാരണം വെയിലല്ലേ, വെയിലാവണ സമയത്ത് കുറേ വെള്ളം ഇങ്ങനെ കുടിക്കാമെന്നല്ലാതെ ഒന്നും കഴിക്കാനും തോന്നാറില്ല, ഒന്നുമില്ല. അപ്പോൾ അതാ പെട്ടെന്ന് മഴ പെയ്തപ്പോഴേക്കും നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയ മധുരമൊക്കെ ചേഞ്ചായി. അപ്പോൾ അധികം വെള്ളവും വേണ്ട, ഒന്നും വേണ്ട, എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാനോ കുടിക്കാനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ തോന്നും. അതുമാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, തിരുപ്പി വെച്ച തുണി പോലും തോരയിടാൻ പറ്റണില്ല. അപ്പോൾ സമയവും ഉണ്ടല്ലോ. അപ്പോൾ അതങ്ങനെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ആദ്യം പഴം നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക. അത് നന്നായിട്ട് 4 കീറാക്കി കട്ട് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈദമാവ് എടുത്ത് അത് നന്നായിട്ട് കലക്കിയിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് പിന്നെ അതിൽ മുക്കി പൊരിച്ചെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഇത് വലിയ പണിയൊന്നുമില്ല, എല്ലാവർക്കും അറിയുണ്ടാവും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴം കുറച്ചധികം കട്ടിയായിട്ട് മുറിക്കണ്ട എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. ഏറ്റവും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് പഴംപൊരി എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ല. മൈദമാവ് അത്ര നന്നല്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സ്കൂളും ഇല്ലല്ലോ. സ്കൂളുള്ളപ്പോഴാണ് ഇതൊക്കെ പരിപാടിക്കൊക്കെ നിൽക്കുക. കാരണം അവർ സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാവിലെയും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ട് പോവില്ല, അതേപോലെ തന്നെ ഉച്ചയ്ക്കും കാര്യമായിട്ടൊന്നും കൊണ്ടുപോവില്ല. കൊണ്ടുപോയാൽ തന്നെ പകുതിയെ കഴിക്കുള്ളൂ. അപ്പോൾ ഈ 4 മണിക്ക് വരുമ്പോഴാണ് എന്തെങ്കിലും നല്ല വിശന്നിട്ട് വരിക. അപ്പോൾ ആ സമയത്താണ് അങ്ങനെ ഓരോ പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. അതല്ലാത്തപ്പോൾ അങ്ങനെ ലേറ്റായിട്ടല്ല. ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തപ്പോൾ ഉച്ചയ്ക്ക് ലേറ്റായിട്ടാണ് കഴിക്കുക. ഈ വക പരിപാടിയൊന്നുമില്ല. ഇതാട്ടോ, അങ്ങനെ നമ്മൾ പഴംപൊരി ഇതാട്ടോ ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് അധികം വാങ്ങി കഴിക്കാത്തൊരു സാധനമാണ് പഴംപൊരി എന്ന് പറയുന്നത്. അധികം നല്ല, ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങി കഴിച്ചിട്ട് തന്നെ വീട്ടിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാക്കുക. അതെന്തുണ്ടാക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ, വളരെ സിമ്പിളല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. പ്രത്യേകിച്ച് മഴയൊക്കെ ഉള്ളപ്പോൾ ഇത് നല്ല പിണ്ടയിൽ പഴം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനേ ഉള്ളൂ. മഴയത്ത് എന്തെങ്കിലുമൊക്കെ നല്ല ഇതുള്ളത് എന്തെങ്കിലുമൊക്കെ ചായക്ക് ഉണ്ടാക്കുന്ന വളരെ നല്ല രസമല്ല. മറ്റൊരു വിഭവങ്ങളും കുറേ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.